ചായ. നിങ്ങൾ ഇങ്ങനെ വലിച്ചൂതി കുത്തിരുന്നോളി. മോൾട്ടീന് പിറന്നാളിന് കൊടുക്കാൻ വല്ലോം കരുതിക്കണ? ഇല്ലേ, അത് പോയി പഞ്ഞു വാങ്ങണം. കുഞ്ഞോട് വിളിച്ചീനി, മരോ നമ്മളെ കൂട്ടാൻ വരുന്നുണ്ടോലോ. എന്തിനാപ്പതൊക്കെ? ഓനിപ്പതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലേ? ഏതായാലും ഇജ്ജ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കോ, ഞാനപ്പോൾ തന്നെ സാധനമൊക്കെ കൊണ്ടാണ് വരാം. ഇവിടെ ആരുമില്ലേ? ആ, ആളുണ്ട് താത്ത. ഞാൻ അയൽക്കൂടത്തിന്റെ പൈസ തരാൻ വന്നതാ. മീറ്റിങ്ങിനെ വരാൻ പറ്റിയില്ല. വോട്ടിങ് വെച്ചിട്ടുണ്ട്, വന്നാണ്ടിട്ടാ. ആയിക്കോട്ടെ, ഇക്ക് വീട്ടു പണിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ. ശരി. ഒരു വലിയാട്ടി കണി. ഹലോ. വാലേക്കും അസ്സലാം. ഞാനിവിടെ അങ്ങാടിയിലാണേ. ആച്ചു പെരയിലെത്തിയോ? ഇമ്മ മാറ്റിക്കണ അവിടെ? എന്നാ നേരം വെക്കണ്ട, നിങ്ങൾ നടന്നോളി. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അത് വാങ്ങിയിട്ടാണ് വരാം. ഈ വരെ വാലേക്കും അസ്സലാം. മോൾട്ടേ കോളടിച്ചിക്കണല്ല. തൊള്ള മണത്തിട്ട് വയ്യ. എന്ത് പണിയാ കാട്ടിയേ? പപ്പനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുവാ? മോൾട്ട് പറഞ്ഞില്ല ഒരു തെറ്റുമില്ല. 24 മണിക്കൂർ ഇതിനല്ലേ പണി, പിന്നെ വായ മണിക്കതക്കോ? എവിടേക്ക് പോയി പപ്പ? എന്താ കുഞ്ഞാക്ക, അണ്ടി പോയ അണ്ണാന്റെ മാതിരി വലിച്ചൂതിങ്ങനെ കുത്തിരിക്കണ്? ഒന്നുമില്ലടാ. അല്ലേ, എന്തോണ്ട്? ഞമ്മളൊക്കെ ഭാര്യമാരെ സമ്മതിച്ചാണല്ലേ. എന്തേ ഇപ്പതിലേ? ഞമ്മളിങ്ങനെ മുറുക്കി തുപ്പി ഇല്ല ബീഡി സിഗരറ്റൊക്കെ വലിച്ചു കണ്ട് പല്ലും കൂടി മര്യാദക്ക് തേക്കാതെ ഓലപ്പം അങ്ങനെ പോയി കടക്കും. സംഭവം ശരിയാണ്, പക്ഷെ അതൊക്കെ ഇപ്പൊ തോന്നാനെന്താ കാരണം? ഇന്നലെ എൻ്റെ പേരക്കുട്ടിന്റെ ബർത്ത്ഡേ ഇനി ഞാൻ ഓളെടുത്തുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു. അതിലൊളുപ്പപ്പാന്റെ തൊള്ള മണത്തിട്ട് വെച്ചാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതിലാണ് ഞാൻ ഇതിന്റെ ഗൗരവം ഇടങ്ങേറ് മനസ്സിലാക്കി. ഞമ്മക്കൊന്നും ഇതിന് പൂതില്ലാഞ്ഞിട്ടല്ലോ, നമ്മൾ ഈ ഇടങ്ങേറൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിനൊന്നും നിൽക്കാത്തത്, ഈ പരിപാടിക്ക് നിൽക്കാത്തത്. അതിന്റെ ഇടങ്ങേറ് എത്രയെന്നറിയോ? അതിന് ഞാൻ പറഞ്ഞതേ, ഞമ്മളൊക്കെ സഹിച്ചണ ഞമ്മളെ ഭാര്യമാരെ കാല് കഴിക്കാണ്ട് ആ വെള്ളം കുടിച്ചണല്ലേ. എൻ്റെ പെണ്ണേക്ക് ഒരു സമ്മാനം വാങ്ങി കൊടുത്തുകൊണ്ട് ഓളൊന്ന് സോപ്പിടണം. ഓളൊരു പാവാണല്ലോ. എവിടേക്കാ മനുഷ്യ പോയത്? ഞങ്ങൾ ആകെ ബേജാറായില്ലേ. ഓൾ എന്തല്ല എന്തേലും പറഞ്ഞു തരുത്തി, അത് സാരല്ലപ്പാ, ക്ഷമിച്ചാളി. മോൾട്ടിനോട് ഉപ്പാക്കൊരു ദേഷ്യമല്ല. ഇതൊന്നും ഇങ്ങോട്ട് വന്ന ചക്കരെ. എന്നാ ഇത് അനക്കാണ് ഇഞ്ച വക. എന്ത് കുഞ്ഞക്കങ്ങൾക്ക് പറ്റിയത്? ഒന്നുമില്ലടി, മോൾട്ടിങ്ങളെ തൊള്ള മണത്തിട്ട് വെച്ചതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ. അപ്പൊ എന്റെ മുഖമാണ് ഇഞ്ച മനസ്സിൽ ഓർമ്മ വന്നത്. 10-25 കൊല്ലായില്ലേ തിരുമ്പ് തേച്ച് വെച്ച് വിളമ്പി ഈ മടം സഹിച്ച് ഇഞ്ചപ്പം കൂടിയിട്ട് എന്നോട് ക്ഷമിച്ചാളാ. നിങ്ങൾ എന്തൊക്കെയൊക്കെ പറയണത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, സങ്കടവുമില്ല. നിങ്ങളെ കഷ്ടപ്പാടുകൊണ്ടല്ലേ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണം. എന്തായാലും വേണ്ടില്ല, ഇന്നത്തോടു കൂടി ഞാൻ ഈ പരിപാടി നിർത്തി. പോരെ ചക്കരെ?
ഇപ്പപ്പാ ഡോണ്ടു ഡോണ്ടു